ഈശോ മിശിഹായ്ക്ക് സ്തുതിയായിരിക്കട്ടെ. പ്രിയ സഹോദര സഹോദരി, ഇന്ന് വിശുദ്ധ ഇഗ്നേഷ്യസ് ലയോളയുടെ തിരുനാൾ ദിവസം. ഈ മഹാവിശുദ്ധൻ്റെ തിരുനാളിൻ്റെ മംഗളങ്ങൾ സ്നേഹപൂർവ്വം നേരുന്നു. വിശുദ്ധനിലൂടെ ധാരാളം ദൈവത്തിൻ്റെ അനുഗ്രഹങ്ങൾ നിൻ്റെ ജീവിതത്തിലേക്ക് കടന്നു വരട്ടെ. ഇന്ന് നമ്മൾ ശ്രദ്ധിക്കുക ഈശോയുടെ ഒരു സങ്കടമാണ്. വിശുദ്ധ മത്തായി അറിയിച്ച സുവിശേഷം 13-ാം അധ്യായം 57-ാം തിരുവചനം. അവർക്ക് അവനിൽ ഇടർച്ചയുണ്ടായി. യേശു അവരോട് പറഞ്ഞു, പ്രവാചകൻ സ്വദേശത്തും സ്വഭവനത്തിലുമല്ലാതെ മറ്റെങ്ങും അപമതിക്കപ്പെടുന്നില്ല. ഈശോ സ്വന്തം നാട്ടിലേക്ക് വന്നപ്പോഴേ അവർക്ക് ഇടർച്ചയുണ്ടാകുകയാണ്. ആ ഇടർച്ച കണ്ടുകൊണ്ട് ഈശോ പറയുക, സ്വന്തം ദേശത്ത് പ്രവാചകൻ അപമതിക്കപ്പെടുന്നു എന്നുള്ള എൻ്റെ ജീവിതത്തിൽ സംഭവിച്ചിരിക്കും. ജീവിതത്തിൽ നമ്മളേറെ ശ്രദ്ധിക്കേണ്ട കാര്യമാണ്. ജീവിതത്തിൻ്റെ ചുറ്റുപാടുകളിലേക്ക് നോക്കിക്കൊണ്ട് നമ്മുടെ ചുറ്റുപാടുകളെ നമ്മൾ മനസ്സിലാക്കുന്ന രീതിക്കനുസരിച്ച് പലരെയും ചിലപ്പോൾ വില കുറച്ച് കാണിക്കുവാനുള്ളൊരു പ്രവണത ഉണ്ടാകും. ദൈവത്തിൻ്റെ കാഴ്ചപ്പാടിലൂടെ നോക്കാവോ? ഈശോയുടെ ജീവിതത്തിലേക്ക് നോക്കുമ്പോൾ എങ്ങനെയാ ചുങ്കക്കാർക്കും പാപിനികൾക്കും മറ്റെല്ലാവർക്കും ഒക്കെ ഈശോയുടെ അടുത്തേക്ക് വരാൻ സാധിച്ചത്? ഈശോ ലോകത്തിൻ്റെ കണ്ണുകൾ കൂടെയല്ല നോക്കിയത്, അവൻ നോക്കിയത് കാരുണ്യത്തിൻ്റെ കണ്ണുകളിലൂടെയാണ്. അതുകൊണ്ട് എല്ലാവരെയും നല്ല രീതിയിൽ കാണാൻ ഈശോയ്ക്ക് സാധിച്ചു. നിൻ്റെ ദൃഷ്ടികൾ ഈശോയുടെ ദൃഷ്ടികൾ പോലെ ആകട്ടെ. അപ്പോൾ എപ്പോഴും നന്മ കാണുവാനായിട്ട് സാധിക്കും. കുറ്റം പറയുന്ന പ്രവണത നിന്നിൽ നിന്ന് നീക്കപ്പെടും. നമുക്ക് പ്രാർത്ഥിക്കാം. കണ്ണുകൾ അടച്ചെന്ന് കരങ്ങൾ കൂപ്പും. നല്ലവനായ കർത്താവേ, നിന്നെ അങ്ങ് സ്തുതിക്കുന്നു, ആരാധിക്കുന്നു, മഹത്വപ്പെടുത്തുന്നു. നിന്റെ നിറ സാന്നിധ്യത്തിന് പ്രത്യേകമായിട്ട് നന്ദി പറയുക. ഈശോ ഈ വ്യക്തിയെ അനുഗ്രഹിക്കണമെന്ന് പ്രാർത്ഥിക്കുന്നു. എപ്പോഴും നല്ല ദൃഷ്ടികളോടെ എല്ലാവരെയും നോക്കുവാനായിട്ട്, കാര്യങ്ങൾ ഗ്രഹിക്കുവാനായിട്ട് ഈ വ്യക്തിയെ നീ സഹായിക്കണമേ. എപ്പോഴും നന്മ പുറപ്പെടട്ടെ. ഈ ദിവസത്തിന് വേണ്ട സംരക്ഷണവും അനുഗ്രഹവും എല്ലാം നിന്റെ നാമത്തിൽ സംഭവിക്കട്ടെ, ഇപ്പോഴും എപ്പോഴും എന്നേക്കും. ആമേൻ. നീ പരിശുദ്ധൻ, നീ എന്നും സ്തുതിൻ. ദൈവമേ, നീ മാത്രം യോഗ്യനാ. ആരാധനയും സ്തുതി